അങ്ങനെ നമ്മുടെ ലിംനയുടെ കല്യാണ തലേന്നാണ് ഇന്ന്. അപ്പോൾ നമ്മുടെ ലിംന എന്താ പറയുക, ഒരു 10 വർഷത്തോളമായി, 10-12 വർഷത്തോളമായി കൊയറിലെ മെമ്പറാണ് പള്ളിയിൽ. അപ്പോൾ അവരിന്ന് അവളെ കാണാൻ വന്നിട്ടുണ്ട്. കുറച്ച് മുമ്പ് ഞങ്ങളുടെ ടീം SBI ടീം വന്നിട്ടുണ്ട്. അവരെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഞാൻ അവരെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളിയിലെ കൊയർ. അതാണ് ഏറ്റവും വലിയ അപ്പൊ അതൊരു വലിയൊരു നഷ്ടമാണ്. അതൊരു വലിയ നഷ്ടം തന്നെയാണ്. അപ്പൊ ഇന്ന് പോലും ഞാൻ ഇന്ന് ലാസ്റ്റ് പുതിയ കുറേ വർഷമായി, 10-12 വർഷത്തോളമായി. അതെ, കുടുംബം തന്നെയാണ്. പറയുമ്പോൾ ശരിയാവുന്നില്ല. എന്താണ് എന്താണ് ഇതിലേക്ക് നമ്മള് പോയാലെന്ന് ഭയങ്കര സ്ട്രഗിൾ ചെയ്ത പരിപാടിയാണ്. അപ്പൊ ഇതില് ഒന്ന് പിടിച്ചു നിൽക്കാന്ന് പറയുന്നത് അതിനപ്പുറത്ത് അപ്പം നമ്മളെ കുറവുകളിലും നെഗറ്റീവ് നമ്മൾ ഇതാക്കിയിട്ടാണ് വേട്ടന്മാർ ഇങ്ങനെ മൂന്നാളി നമുക്ക് വാക്കാൻ പറ്റില്ല. കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവരെ കൈ പിടിച്ചിട്ടാണ് വളർന്നത്. അതൊരിക്കലും മറക്കാനും പറ്റില്ല. ചിലപ്പോൾ വീട്ടിൽ നിന്ന് പറയുന്നത് പിന്നെന്താ ഈ കാലം നിൽക്കാൻ സാധിച്ചതിൽ പിന്നെ സന്തോഷം. നമ്മൾ നല്ലൊരു ടീമായിരുന്നു. ചിലപ്പോൾ പറയും എന്തും പറയാം, എന്തും അഭിപ്രായം പറയുന്നത് എല്ലാ അഭിപ്രായം കൊണ്ട് ഇവിടെ പറയും. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞു നമ്മൾ പോയാൽ ഭയങ്കര രസമാണ്. എന്തുണ്ടെങ്കിൽ അങ്ങനെ പറയും. പിന്നെ അങ്ങനെയായിരുന്നു. ഇനി അങ്ങനെ തന്നെ ആവണം, അടിപൊളിയാവണം. ഇത്രയും നാളും നമ്മളെ പ്രവർത്തിച്ചത് വളരെ നമ്മളപ്പുറം വീട്ടിൽ പോകുന്നതിൽ ഭയങ്കര വിഷമമുണ്ട്. എങ്കിലും എപ്പം വേണമെങ്കിലും എനിക്ക് വന്നിട്ട് ഞങ്ങളോട് പാടാനുള്ള അവസരം എന്തുണ്ട് എന്നാൽ ഈ കല്യാണത്തിൽ എല്ലാ സ്വാഗതവും എല്ലാ ആശംസകളും നേരുന്നത്. ഞാനെന്താ പറയട്ടെ, പിന്നെ കൊയറിലേക്ക് വരുന്നത് ഒരു ദൈവികമായ ഒരു അനുഭവമാണ്. ആ അനുഭവം എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു പള്ളി പെരുന്നാൾ വരികയാണ്, വെടിപൊട്ടിക്കുക, ബാൻഡ് സെറ്റ് ഓർഡർ ചെയ്യുക, നാടകം ബുക്ക് ചെയ്യുക, ഒക്കെ ചെയ്യുക. പക്ഷെ കുർബാനയിൽ ഇത്ര ഇൻവോൾവായിട്ട് ഇത്ര പ്രത്യേകത കൽപ്പിച്ച് ആധ്യാത്മികമായിട്ട് നമ്മുടെ ഉള്ളിൽ മനസ്സിനുള്ളിൽ വന്നിട്ട് ഒരു 10 പേര് ഒരുമിച്ച് ചേരുന്ന ഒരവസ്ഥയാണ്. അവരൊന്നിച്ച് അവരുടെ ശബ്ദം എല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു രീതിയാണ്. അപ്പം ആ രീതിയിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുമ്പോൾ ഈ 10 പേരെയും അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രക്രിയ. അപ്പം ഈ പ്രക്രിയ അവർ കൂടുതലായിട്ട് അതിൻ്റെ ആഴത്തിലേക്ക് പോയി ദൈവികമായ ചിന്തയോട് കൂടി പോയിട്ട് അവർ ഈ 10 പേര് ഒരുമിച്ച് പോകുന്ന ഒരു രീതിയാണ്. അപ്പോൾ അത് ഏറ്റവും കൂടുതലായിട്ട് ഭംഗിയായിട്ട് എല്ലാ കാര്യത്തിലും ഇപ്പോൾ നമ്മളിപ്പോൾ സ്റ്റഡി കൊടുക്കുന്നുണ്ടാവും അവർക്ക്. എങ്കിലും അവരുടെ ഒരു പ്രിപ്പറേഷൻ അവളാ വന്നിട്ട് പിന്നെ ചിട്ടപ്പെടുത്തുന്ന രീതി, രാവിലെ വന്നിട്ട് അതെങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ദൈവികമായ വചനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല പാട്ടുകൾ സെലക്ട് ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഭയങ്കര പ്ലസ് പോയിന്റിലായ ഒരു കുട്ടിയാണ് നമ്മളിൽ നിന്ന് പോകുന്നതല്ല ഒരു ജീവിതത്തിലേക്ക് പോകുന്നത്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഒരു അനുഭവം, ഒരു അനുഗ്രഹം ആൾക്കുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ അങ്ങനെ ഞങ്ങളുടെ SBI മെമ്പേഴ്സ് ലിംനയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഷെറി ഗിഫ്റ്റ് കൊടുത്തു, മെറിനീച്ചും ഗിഫ്റ്റ് കൊടുത്തു. പിന്നെ ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ് ടീം പരിയാരത്ത് നമ്മുടെ ജയ്സേട്ടനും മാത്യു മാമനും സുജിയേട്ടനും ഗിഫ്റ്റ് കൊടുത്തു. താങ്ക് യു ഓൾ.